നമസ്കാരം, എല്ലാവർക്കും വാവാച്ചു ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡെഫിനിഷൻ ഇല്ലാതെയാണ് പഠിപ്പിക്കുന്നത്. സാധാരണ ഞാൻ ഡെഫിനിഷൻ പറയാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഡെഫിനിഷൻ ഇല്ലാതെയാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ്. ആദ്യത്തെ കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ് ആണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റിയെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്നും പറയും. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, ആ പേര് പറയുന്നത് പോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കാണിക്കുന്നത് ഒരു പേഴ്സന്റെയോ തിങ്ങിന്റെയോ ക്വാളിറ്റിനെയോ അല്ലെങ്കിൽ കൈൻഡിനെയോ ആണ്. അതായത് ഒരു സെന്റൻസിൽ ഒരു അഡ്ജക്റ്റീവ് കാണിക്കുന്നത് ഒരു പേഴ്സന്റെയോ തിങ്ങിന്റെയോ ക്വാളിറ്റിയോ അല്ലെങ്കിൽ കൈൻഡോ ആണെങ്കിൽ ആ സെന്റൻസിൽ ആ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. കൈൻഡ് എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് തരം അല്ലെങ്കിൽ എങ്ങനെയുള്ള. ഇനി എക്സാമ്പിൾസ് നോക്കാം. കൊൽക്കത്ത ഈസ് എ ലാർജ് സിറ്റി. കൊൽക്കത്ത ഒരു വലിയ നഗരമാണ്. ഈ സെന്റൻസിൽ ലാർജ് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത് ആ കൊൽക്കത്ത എന്ന സിറ്റിയുടെ ക്വാളിറ്റിയാണ്. കൊൽക്കത്ത ഒരു ലാർജ് സിറ്റിയാന്ന് പറഞ്ഞ് ആ സിറ്റിയുടെ ക്വാളിറ്റിയാണ് ഈ സെന്റൻസിൽ ലാർജ് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ സെന്റൻസിൽ ലാർജ് എന്ന അഡ്ജക്റ്റീവ് കൊൽക്കത്ത എന്ന സിറ്റിയുടെ കൈൻഡ്, അതായത് കൊൽക്കത്ത എന്ന സിറ്റി എങ്ങനെയുള്ള ഒരു സിറ്റി ആണെന്നാണ് കാണിക്കുന്നത്. കൊൽക്കത്ത എന്ന സിറ്റി ഒരു ലാർജ് സിറ്റിയാണ്. അങ്ങനെ ആ കൊൽക്കത്ത എന്ന സിറ്റിയുടെ കൈൻഡ്, എങ്ങനെയുള്ള സിറ്റിയാണ് കൊൽക്കത്ത എന്നാണ് ലാർജ് എന്ന അഡ്ജക്റ്റീവ് ഈ സെന്റൻസിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിൽ ലാർജ് എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ. ഹി ഈസ് ആൻ ഓണസ്റ്റ് മാൻ. ഈ സെന്റൻസിൽ ഓണസ്റ്റ് എന്ന അഡ്ജക്റ്റീവ് ആ മാനിന്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അതായത് അവൻ സത്യസന്ധനായിട്ടുള്ള ഒരു മാനാണ്, അവനൊരു ഓണസ്റ്റ് മാനാന്ന് പറഞ്ഞിട്ട് ആ മാനിന്റെ ക്വാളിറ്റിയാണ് ഈ സെന്റൻസിൽ ഓണസ്റ്റ് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ മാൻ എങ്ങനെയുള്ള മനുഷ്യനാണ്, എന്ത് കൈൻഡ് ഓഫ് മാൻ ആണ് അവൻ എന്നാണ് ഈ സെന്റൻസിൽ ഓണസ്റ്റ് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിൽ ഓണസ്റ്റ് എന്ന അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആണ്. ഇനി അടുത്തത് ദ ഫൂളിഷ് ഓൾഡ് ക്രോ ട്രൈഡ് ടു സിംഗ്. ഈ സെന്റൻസിൽ ഫൂളിഷ് ഓൾഡ് എന്ന അഡ്ജക്റ്റീവ് ആ ക്രോയുടെ ക്വാളിറ്റി ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ ക്രോ എങ്ങനെയുള്ള ക്രോ ആണ്, ആ ക്രോ എന്ത് ടൈപ്പ് ഓഫ് ക്രോ ആണ്, എന്ത് കൈൻഡ് ഓഫ് ക്രോ ആണ് എന്നാണ് ഈ സെന്റൻസിൽ ഫൂളിഷ് ഓൾഡ് എന്ന ഒരു അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിൽ ഫൂളിഷ് ഓൾഡ് എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആണ്. ഇനി അടുത്തത് ദിസ് ഈസ് ദ ഗ്രാമർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ സെന്റൻസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ചില അഡ്ജക്റ്റീവ്സ് പ്രോപ്പർ നൗൺസുകളിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ ഫ്രഞ്ച് വൈൻസ്, ടർക്കിഷ് ടുബാക്കോ, ഇന്ത്യൻ ടീ. അതായത് ഇതില് ഫ്രഞ്ച് എന്നതാണ് അഡ്ജക്റ്റീവ്, ടർക്കിഷ് എന്നതാണ് അഡ്ജക്റ്റീവ്, ഇതില് ഇന്ത്യൻ എന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഈ ഫ്രഞ്ച്, ടർക്കിഷ്, ഇന്ത്യൻ ഈ അഡ്ജക്റ്റീവുകളൊക്കെ പ്രോപ്പർ നൗൺസുകളിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന അഡ്ജക്റ്റീവുകളെ നമ്മൾ പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് എന്ന് ചില സമയത്ത് വിളിക്കും. പക്ഷേ ജനറലി സാധാരണയായിട്ട് നമ്മൾ ഈ അഡ്ജക്റ്റീവുകളെ ക്ലാസ് ചെയ്യണത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആയിട്ടാണ്. ഇതില് ഫ്രഞ്ച് വൈൻസ്, വൈൻസ് എന്നത് നൗൺ ആണ്, ഫ്രഞ്ച് എന്നത് അഡ്ജക്റ്റീവ്. അപ്പോൾ വൈൻസ് എന്ന നൗണിന്റെ കൈൻഡ് ആണ് ഫ്രഞ്ച് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. വൈന് എങ്ങനെയുള്ള വൈനാണ്, ആ വൈന് എന്ത് കൈൻഡ് ഓഫ് വൈനാണ് എന്നാണ് ഇതില് ഫ്രഞ്ച് എന്ന അഡ്ജക്റ്റീവ് പറയുന്നത്. അതുകൊണ്ട് ഫ്രഞ്ച് എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. പിന്നെ ടർക്കിഷ് ടുബാക്കോ, ടർക്കിഷ് എന്നതാണ് അഡ്ജക്റ്റീവ്, ടുബാക്കോ എന്നത് നൗൺ ആണ്. അപ്പോൾ ടുബാക്കോ എന്ന നൗണിന്റെ കൈൻഡ് ആണ് ടർക്കിഷ് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. ടുബാക്കോ എങ്ങനെയുള്ള ടുബാക്കോ ആണ് അതെന്ന് ആണ് ടർക്കിഷ് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതില് ടർക്കിഷ് എന്നത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. ഇനി ഇന്ത്യൻ ടീ, ഇന്ത്യൻ ടീ എന്നത്
നൗണും ഇന്ത്യൻ അഡ്ജക്റ്റീവുമാണ്. ടീ എന്ന നൗൺ എങ്ങനെയുള്ള ടീ ആണ്, ഏത് തരത്തിലുള്ള ടീ ആണ്? ഇന്ത്യൻ ടീ ആണ്. എന്ത് കൈൻഡ് ഓഫ് ടീ ആണ്? ഇന്ത്യൻ ടീ ആണ്. അങ്ങനെ ആ ടീയുടെ കൈൻഡ് ആണ് ഇതില് ഇന്ത്യൻ എന്ന അഡ്ജക്റ്റീവ് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. അപ്പോൾ ദിസ് ഈസ് ദ ഗ്രാമർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന സെൻറ്റൻസിൽ ഇംഗ്ലീഷ് എന്ന അഡ്ജക്റ്റീവ് ഒരു പ്രോപ്പർ അഡ്ജക്റ്റീവ് ആണ്. പ്രോപ്പർ അഡ്ജക്റ്റീവുകളെ നമ്മൾ സാധാരണയായിട്ട് ക്ലാസ് ചെയ്യണത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സെൻറ്റൻസിൽ ഇംഗ്ലീഷ് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത് ആ ലാംഗ്വേജ് എന്ത് കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആണെന്നാണ്. അതുകൊണ്ട് ഈ സെൻറ്റൻസിൽ ഇംഗ്ലീഷ് എന്നതൊരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. ഇനി അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ഓഫ് വാട്ട് കൈൻഡ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. അതായത് ഓഫ് വാട്ട് കൈൻഡ് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണോ എന്നറിയാനായിട്ട് ആ സെൻറ്റൻസിലെ നൗണിൻ്റെ അടുത്ത്, അതായത് ആ അഡ്ജക്റ്റീവിൻ്റെ ഒപ്പമുള്ള നൗണിൻ്റെ അടുത്ത് ഓഫ് വാട്ട് കൈൻഡ് എന്ന ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ ആ ചോദ്യത്തിന് ആ അഡ്ജക്റ്റീവ് തന്നെ ഉത്തരമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ സെൻറ്റൻസിലുള്ള ആ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണെന്ന്. അതായത് കൊൽക്കത്ത ഈസ് എ ലാർജ് സിറ്റി. ഈ സെൻറ്റൻസിൽ അഡ്ജക്റ്റീവ് ഏതാ? ലാർജ് എന്ന അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണോ എന്നറിയാനായിട്ട് ആ ലാർജ് എന്ന അഡ്ജക്റ്റീവിൻ്റെ ഒപ്പമുള്ള നൗണിൻ്റെ അടുത്ത് ഓഫ് വാട്ട് കൈൻഡ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. അതായത് സിറ്റി ഓഫ് വാട്ട് കൈൻഡ്. കൊൽക്കത്ത ഈസ് എ സിറ്റി ഓഫ് വാട്ട് കൈൻഡ്. എങ്ങനെയുള്ള സിറ്റിയാണ് കൊൽക്കത്ത? ഒരു ലാർജ് സിറ്റിയാണ്. അപ്പം നമുക്ക് ആ ലാർജ് എന്ന അഡ്ജക്റ്റീവ് ഒരു ഉത്തരമായിട്ട് കിട്ടാണ്. ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഉത്തരമായിട്ട് കിട്ടാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ലാർജ് എന്നൊരു അഡ്ജക്റ്റീവ് ആ ഒരു ക്വസ്റ്റ്യന് ഒരു ഉത്തരമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സെൻറ്റൻസിൽ ലാർജ് എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. ഇനി രണ്ടാമത്തെ കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ് ആണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ആ പേര് പറയുന്ന പോലെ തന്നെ അളവ്, അതായത് എത്രത്തോളം ഒരു സാധനം ഉണ്ട് എന്നാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി കാണിക്കുന്നത്. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കേണ്ടത് അൺകൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പമാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ഉപയോഗിക്കേണ്ടത്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റാത്ത നൗണുകൾ. നമുക്ക് അവരെ അളക്കാനേ പറ്റുള്ളൂ, അവരുടെ അളവ് പറയാനേ നമുക്ക് പറ്റുള്ളൂ. എക്സാമ്പിൾ ഷുഗർ, സോൾട്ട്, റൈസ്. ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റില്ല. ഷുഗറിനൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല. നമ്മൾ ഒരു ഷുഗർ 2 ഷുഗർ എന്ന് പറയുമോ? ഇല്ല, നമ്മൾ അവരുടെ അളവാ പറയാ. 1 കിലോ പഞ്ചസാര എന്നാ പറയാ. നമുക്ക് ഷുഗറിനെ ഒന്നും എണ്ണാനായിട്ട് പറ്റില്ല. പിന്നെ ഹാപ്പിനെസ്, സാഡ്നെസ്, ഇതൊക്കെ ഹാപ്പിനെസ്, സാഡ്നെസ് ഒക്കെ അബ്സ്ട്രാക്ട് നൗൺ ആണെങ്കിലും നമുക്ക് ഹാപ്പിനെസ്, സാഡ്നെസ് ഒക്കെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺ ആയിട്ടും ഉപയോഗിക്കാം. കാരണം നമുക്ക് ഹാപ്പിനെസ്സിനും സാഡ്നെസ്സിനും ഒന്നും എണ്ണാനായിട്ട് പറ്റില്ല. എക്സാമ്പിൾസ്: I ate some rice. ഞാൻ കുറച്ച് റൈസ് കഴിച്ചു. ഈ സെന്റൻസിൽ റൈസ് എന്ന അൺകൗണ്ടബിൾ നൗണിന്റെ അളവാണ് സം എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. അതായത് ഞാൻ എത്രത്തോളം റൈസ് കഴിച്ചു? ഞാൻ കുറച്ച് റൈസ് കഴിച്ചു. അപ്പോൾ ആ സം എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത് ചോറിന്റെ, ഞാൻ കഴിച്ച ചോറിന്റെ അളവാണ്. അതുകൊണ്ട് ഈ സെന്റൻസിൽ സം എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്തത് he showed much patience. ഈ സെന്റൻസിൽ മച്ച് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത് അവന് എത്രത്തോളം പേഷ്യൻസ് ഉണ്ടെന്നാണ്. ആ അവന്റെ പേഷ്യൻസിന്റെ അളവാണ് ഈ സെന്റൻസിൽ മച്ച് എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിൽ മച്ച് എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. പേഷ്യൻസ് എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിന്റെ അളവ് കാണിക്കുന്നത് കൊണ്ടാണ് മച്ച് എന്ന അഡ്ജക്റ്റീവ് ഈ സെന്റൻസിൽ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആയത്. ഇനി അടുത്തത് he did not eat any rice. അവൻ ഒട്ടും റൈസ് കഴിച്ചില്ല. ഈ സെന്റൻസിൽ ആ റൈസ്, അവൻ കഴിച്ച റൈസിന്റെ എണ്ണാണ് കാണിക്കുന്നത്. അവൻ എത്രത്തോളം റൈസ് കഴിച്ചു? അവൻ ഒട്ടും റൈസ് കഴിച്ചില്ല.
അതുകൊണ്ട് ഈ സെന്റൻസിൽ ഇനി എന്ന അഡ്ജക്റ്റീവ് ആ റൈസ് എന്ന അൺകൗണ്ടബിൾ നൗണിന്റെ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അവൻ കഴിച്ച റൈസിന്റെ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിലെ ഇനി എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഹൗ മച്ച് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. എത്രത്തോളം ഉണ്ട് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. സെന്റൻസിൽ ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണോ എന്ന് അറിയാനായിട്ട് ആ സെന്റൻസിലെ അഡ്ജക്റ്റീവിന് പകരം ഹൗ മച്ച് എന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ സെന്റൻസിലുള്ള അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണെന്ന്. ഒരു എക്സാമ്പിൾ കാണിക്കാം. അതായത് ഐ ഏറ്റ് സം റൈസ്. ഈ സെന്റൻസിലത്തെ അഡ്ജക്റ്റീവ് ഏതാ? സം. അപ്പൊ സം എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണോ എന്ന് അറിയാനായിട്ട് ഹൗ മച്ച് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അതായത് സം എന്ന അഡ്ജക്റ്റീവിന് പകരം, അതായത് ആ നൗണിന്റെ മുമ്പിൽ ഹൗ മച്ച് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അപ്പൊ ഹൗ മച്ച്. അപ്പൊ ഈ ഒരു ഇതിന് പകരം ഹൗ മച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇടാം. ഐ ഏറ്റ് ഹൗ മച്ച് റൈസ്. ഞാൻ എത്രത്തോളം റൈസ് കഴിച്ചു? ഐ ഏറ്റ് സം റൈസ്. നമുക്കപ്പോ അതിനുള്ള ഉത്തരം കിട്ടിയില്ലേ? മനസ്സിലാക്കാം. സം എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണെന്ന്. ഇപ്പൊ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയില്ല. അപ്പൊ മനസ്സിലാക്കാം ആ സെന്റൻസിലുള്ള അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി അല്ല. ഈ അടുത്തൊരു കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ് ആണ് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ അല്ലെങ്കിൽ ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറിനെ നമ്മൾ ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് എന്നും വിളിക്കും. അതായത് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ എന്ന് വെച്ചാൽ എത്ര എണ്ണം ആളുകൾ അല്ലെങ്കിൽ തിങ്സ് ഉണ്ട് എന്നാണ് അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ കാണിക്കുക. അതായത് കൗണ്ടബിൾ നൗൺസിന്റെ എണ്ണം കാണിക്കാൻ നമ്മൾ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ആണ് ഉപയോഗിക്കുക. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി കാണിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺസിന്റെ എണ്ണാണ്. കൗണ്ടബിൾ നൗൺസിന്റെ എണ്ണം കാണിക്കുന്നത് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ആണ്. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ നമ്മൾ കൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പമാണ് ഉപയോഗിക്കുക. കൗണ്ടബിൾ നൗൺസ് എന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗണുകളാണ് കൗണ്ടബിൾ നൗൺസ്. ഈ കൗണ്ടബിൾ നൗൺസിനെ കുറിച്ചിട്ടും അൺകൗണ്ടബിൾ നൗൺസിനെ കുറിച്ചിട്ടും ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. കൈൻഡ്സ് ഓഫ് നൗൺസ് എന്ന ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിനൊക്കെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അതിനെ കുറിച്ച് എക്സാമ്പിൾസ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ ആ ക്ലാസ് നോക്കുക. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ. എക്സാമ്പിൾ, the hand has 5 fingers. ഈ സെന്റൻസിൽ 5 എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത് ഫിംഗേഴ്സ് എന്ന കൗണ്ടബിൾ നൗണിന്റെ എണ്ണമാണ്. അതായത് ഫിംഗേഴ്സ് എന്നത് കൗണ്ടബിൾ നൗണാണ്. നമുക്ക് ഫിംഗേഴ്സിനെ എണ്ണാനായിട്ട് പറ്റും. അപ്പോൾ ഹാൻഡിന് 5 ഫിംഗേഴ്സ് ഉണ്ട്. ആ ഫിംഗേഴ്സിന്റെ എണ്ണാണ് ഈ സെന്റൻസിൽ 5 എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 5 എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ്. കാരണം ഫിംഗേഴ്സ് എന്ന കൗണ്ടബിൾ നൗണിന്റെ എണ്ണാണ് 5 എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഫ്യൂ കാറ്റ്സ് ലൈക്ക് കോൾഡ് വാട്ടർ. ഒറ്റ കാറ്റ്സിനും കോൾഡ് വാട്ടർ ഇഷ്ടമല്ല. ഫ്യൂവിന് ഒരു നെഗറ്റീവ് മീനിങ് ആണുള്ളത്. അതായത് ഒന്നുമില്ല എന്നാണ് അർത്ഥം. എ ഫ്യൂവിനാണ് ഒരു പോസിറ്റീവ് മീനിങ് ഉള്ളത്. എ ഫ്യൂ എന്ന് വെച്ചാൽ കുറച്ചുണ്ട്. ഈ ഫ്യൂവിനും എ ഫ്യൂവിനും കുറിച്ചിട്ട് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നാലും ഇവിടെ ഈ സെന്റൻസിൽ ഫ്യൂ വന്നപ്പോൾ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളൂ. ഫ്യൂ കാറ്റ്സ് ലൈക്ക് കോൾഡ് വാട്ടർ. അതായത് ഒറ്റ കാറ്റ്സിനും കോൾഡ് വാട്ടർ ഇഷ്ടമല്ല. ഈ സെന്റൻസിൽ കാറ്റ്സ് എന്ന കൗണ്ടബിൾ നൗണിന്റെ എണ്ണമാണ് ഫ്യൂ എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. എത്ര എണ്ണം കാറ്റ്സിന് കോൾഡ് വാട്ടർ ഇഷ്ടമല്ല എന്നാണ്. ആ കാറ്റ്സുകളുടെ എണ്ണമാണ് ഈ സെന്റൻസിൽ ഫ്യൂ എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത്. കാറ്റ്സ് എന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗണിന്റെ എണ്ണം കാണിക്കുന്നത് കൊണ്ട് ഫ്യൂ എന്ന അഡ്ജക്റ്റീവ് ഈ സെന്റൻസിൽ ഒരു അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ആണ്. ഇനി അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ഹൗ മെനി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. അതായത് ഹൗ മെനി എന്ന ഒരു ചോദ്യത്തിന്
adjectives of number ഉത്തരം നൽകുന്നു. അതായത് ഒരു സെന്റൻസിൽ ഒരു adjective of number ആണോ എന്ന് അറിയാനായിട്ട് ആ സെന്റൻസിലത്തെ adjectiveന് പകരം how many എന്നൊരു ചോദ്യം ചോദിച്ചാൽ അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ സെന്റൻസിലുള്ള adjective ഒരു adjective of number ആണെന്ന്. ഉത്തരം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ സെന്റൻസിലുള്ള adjective ഒരു adjective of number അല്ല എന്ന്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അതായത് the hand has 5 fingers. ഈ സെന്റൻസിൽ നമുക്ക് 5 എന്നതാണ് adjective. ഈ 5 എന്ന adjective ഒരു adjective of number ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഈ സെന്റൻസിലത്തെ 5 എന്ന adjectiveന് പകരം how many എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അതായത് the hand has how many fingers? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. The hand has how many fingers? 5 fingers. നമുക്ക് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കിട്ടി. അതായത് ആ അഡ്ജക്റ്റീവ് തന്നെയാണ് നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് കിട്ടിയത്. അതായത് 5 എന്ന അഡ്ജക്റ്റീവ് തന്നെയാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ സെന്റൻസിൽ 5 എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണെന്ന്. ഒന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡ്ജക്റ്റീവ് ഒരു കൗണ്ടബിൾ നൗണിന്റെ എണ്ണ കാണിക്കണമെങ്കിൽ ആ അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ്. രണ്ടു തരത്തിലും നമുക്ക് മനസ്സിലാക്കാം ഒരു സെന്റൻസിൽ ഒരു അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണോ അല്ലയോ എന്ന്. ഇനി അടുത്തത് the same adjective may be classed as of quantity or number according to its use. അതായത് ഇപ്പൊ ഒരു സെന്റൻസിൽ ഒരു അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആയിരിക്കും, പക്ഷെ മറ്റൊരു സെന്റൻസിൽ ആ ഒരു അഡ്ജക്റ്റീവ് തന്നെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആയിട്ടും വരാം. ആ സെന്റൻസുകൾ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ, ഈ ഒരു സെന്റൻസ് ശ്രദ്ധിക്കുക. അതായത് I ate some rice. ഈ സെന്റൻസിൽ സം എന്ന അഡ്ജക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. കാരണം റൈസ് എന്ന അൺകൗണ്ടബിൾ നൗണിന്റെ അളവാണ് ഈ സെന്റൻസിൽ സം എന്ന അഡ്ജക്റ്റീവ് പറയുന്നത്. പക്ഷേ മറ്റൊരു സെന്റൻസ് നോക്കാം. അതായത് some boys are clever. ഈ സെന്റൻസിൽ സം എന്ന അഡ്ജക്റ്റീവ് കാണിക്കുന്നത് ബോയ്സ് എന്ന കൗണ്ടബിൾ നൗണിന്റെ എണ്ണാണ്. അപ്പോൾ ഈ സെന്റൻസിൽ സം എന്ന അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ്. അപ്പോൾ ഒരു സെന്റൻസിൽ സം എന്ന അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആയി, പക്ഷേ മറ്റൊരു സെന്റൻസിൽ സം എന്ന അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആയി. അപ്പോൾ സെയിം അഡ്ജക്റ്റീവ് തന്നെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റിയും അഡ്ജക്റ്റീവ് ഓഫ് നമ്പറുമായിട്ട് വരാം. അപ്പോൾ നമ്മൾ സെന്റൻസുകൾ ശ്രദ്ധിച്ചിട്ട് വേണം അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണോ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണോ അല്ലെങ്കിൽ വേറെ മറ്റു കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട്, ആണോ ആ സെന്റൻസിലുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട്. ഇനി അടുത്തൊരു കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് പോയിന്റ് ഔട്ട് ചെയ്യും. പേഴ്സണെയും തിങ്സിനെയും പോയിന്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ് ഉപയോഗിക്കുക. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് സാധാരണയായിട്ട് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ദീസ്, ദാറ്റ്, ദോസ്, ദിസ്. ഞാൻ അതൊന്ന് എഴുതി വെക്കും ഇവിടെ. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഈ അഡ്ജക്റ്റീവുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ദിസ് അടുത്തുള്ളതിനെ കാണിക്കാൻ, ദാറ്റ് അകലെയുള്ളതിനെ കാണിക്കാൻ, ദീസ് അടുത്തുള്ളത് പ്ലൂറൽ നൗൺസിനെ കാണിക്കാനായിട്ട്, ദോസ് ദൂരെയുള്ള പ്ലൂറൽ നൗൺസിനെ കാണിക്കാനായിട്ട്. ഇനി എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ, this boy is stronger than Hari. ഈ സെന്റൻസിൽ this എന്ന അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബോയ് എന്ന നൗണിനെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടാണ്. അതായത് ഹരിയേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോയ് അതാണ്, ആ ബോയ് ആണ്. അപ്പൊ ദിസ് ബോയ് എന്ന് നമ്മൾ അവിടെ ആ ഒരു ബോയിനെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടാണ് ദിസ് എന്ന അഡ്ജക്റ്റീവ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിൽ ദിസ് എന്ന അഡ്ജക്റ്റീവ് ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്.
കാരണം ദിസ് എന്ന അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹരിയേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോയിനെ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ദീസ് മാംഗോസ് ആർ സോർ. ഈ മാംഗോകൾ സോറാണ്, പുളിപ്പുള്ളതാണ്. ഈ സെന്റൻസിൽ ദീസ് എന്ന അഡ്ജക്റ്റീവ് നമ്മൾ എന്തിനു ഉപയോഗിച്ചിരിക്കണേ? ആ പുളിപ്പുള്ള മാംഗോസിനെ ചൂണ്ടിക്കാണിക്കാൻ. അതുകൊണ്ട് ഈ സെന്റൻസിൽ ദീസ് എന്ന അഡ്ജക്റ്റീവ് ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്തത്, ഐ ഹേറ്റ് സച്ച് തിങ്സ്. എനിക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ല, ഞാൻ അതിന് വെറുക്കുന്നു. ഈ സെന്റൻസിൽ അഡ്ജക്റ്റീവ് ഏതാ? ഈ സെന്റൻസിലത്തെ അഡ്ജക്റ്റീവ് സച്ച്. ഈ സെന്റൻസിലത്തെ അഡ്ജക്റ്റീവായ സച്ച് ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. കാരണം ഈ സെന്റൻസിൽ സച്ച് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ വെറുക്കുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ. ഐ ഹേറ്റ് സച്ച് തിങ്സ്, എനിക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ല. അതുപോലെ ഞാൻ വെറുക്കുന്ന ആ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ്, പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ അവിടെ സച്ച് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിലത്തെ അഡ്ജക്റ്റീവ് സച്ച്. സച്ച് എന്നത് ഏത് കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ് ആണ്? ഈ സെന്റൻസിൽ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എപ്പോഴും ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരില്ല. ചിലപ്പോ വേറെ അഡ്ജക്റ്റീവ്സ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കും. പക്ഷെ മിക്കപ്പോഴും ദീസ്, ദാറ്റ്, ദീസ്, ദോസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് വിച്ച് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. അതായത് ഒരു സെന്റൻസിൽ ഒരു അഡ്ജക്റ്റീവ് ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ആ സെന്റൻസിൽ ആ അഡ്ജക്റ്റീവിന് പകരം വിച്ച് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ സെന്റൻസിലുള്ളത് ഒരു അഡ്ജക്റ്റീവ്, ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണെന്ന്. നമുക്കൊരു കൃത്യമല്ലാത്തൊരു സ്യൂട്ടബിൾ അല്ലാത്ത ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം ആ സെന്റൻസിലുള്ളത് ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് അല്ല എന്ന്. അതിന്റെ ഒരു എക്സാമ്പിൾ, ദിസ് ബോയ് സ്ട്രോങ്ങർ ദാൻ ഹരി. ഈ സെന്റൻസിലത്തെ അഡ്ജക്റ്റീവ് ഏതാ? ദിസ്. ഈ ദിസ് എന്ന അഡ്ജക്റ്റീവ് ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് ഈ സെന്റൻസിൽ ദിസ് എന്ന അഡ്ജക്റ്റീവിന് പകരം വിച്ച് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. വിച്ച് അവസാനം, ഈ സെന്റൻസിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. Which boy is stronger than Hari? ഏത് ബോയ് ഹരിയേക്കാളും സ്ട്രോങ്ങർ? ദിസ് ബോയ്. അപ്പൊ നമുക്ക് അവിടെ ദിസ് എന്നുള്ള ഒരു ഉത്തരം കിട്ടാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ദിസ് എന്നുള്ളത് ഒരു ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണെന്ന്. ഇപ്പൊ നമുക്ക് ഒന്നിങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേഴ്സണെയോ തിങ്ങിനെയോ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവുകൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് പൊസസീവ് അഡ്ജക്റ്റീവ്സ്. പൊസസീവ് അഡ്ജക്റ്റീവ്സ് പൊസഷൻ കാണിക്കും. അതായത് എന്തെങ്കിലും അത് ആ ആളുടെ ആണ് എന്ന് കാണിക്കും. അതായത് ആ ആളുടെ ഉടമസ്ഥതയാണ് അത് എന്ന് കാണിക്കും. കുറച്ച് പൊസസീവ് അഡ്ജക്റ്റീവ്സുകളാണ് മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, ദെയർ. ഇതൊക്കെ പൊസസീവ് അഡ്ജക്റ്റീവ്സുകളാണ്. പിന്നെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് എപ്പോഴും നൗണിന്റെ മുമ്പിലായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തത് എക്സാമ്പിൾസ്. ദിസ് ഈസ് അവർ ഫ്ലാറ്റ്. അപ്പോൾ ഈ സെന്റൻസിൽ നമ്മൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഫ്ലാറ്റ് അവരുടേതാണ് എന്ന് കാണിക്കാനായിട്ടാണ്, ആ ഒരു പൊസിഷൻ കാണിക്കാനായിട്ടാണ്. അതുകൊണ്ട് ഈ സെന്റൻസിൽ അവർ എന്ന അഡ്ജക്റ്റീവ് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്തത് ഹർ ഫാദർ ഈസ് എ ടീച്ചർ. അവളുടെ ഫാദർ ടീച്ചറാണ്. ഈ സെന്റൻസിൽ ആരുടെ ഫാദർ ആണത്? ടീച്ചർ. അവളുടെ ഫാദർ. അപ്പൊ ആ ഒരു പൊസിഷൻ കാണിക്കാനായിട്ട്, അത് അവളുടെ ഫാദർ ആണ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഈ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹർ എന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് ഈ സെന്റൻസിൽ ഹർ എന്നത് ഒരു പൊസസീവ്
അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്തത് ഈസ് ദിസ് യുവർ ബുക്ക്, ഇത് നിങ്ങളുടെ ബുക്കാണോ? ഈ സെന്റൻസിൽ യുവർ എന്ന അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് ആ ആളുടെ ബുക്കാണോ എന്ന് ചോദിക്കാനായിട്ട്, ആ ആളുടെ ഉടമസ്ഥതയിലുള്ള ബുക്കാണോ എന്ന് ചോദിക്കാനായിട്ടാണ്. അതുകൊണ്ട് ഈ സെന്റൻസിൽ യുവർ എന്ന അഡ്ജക്റ്റീവ് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. പിന്നെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്, പൊസസീവ് പ്രോനൗൺസ് ഉണ്ട്. ഈ പൊസസീവ് അഡ്ജക്റ്റീവ്സും പൊസസീവ് പ്രോനൗൺസും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഒരു ഡിഫറൻസിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നതാണ്. ഇനി അടുത്തത് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗണിന്റെ ഒപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവുകളാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സുകൾ വെൻ, ഹൂസ്, വാട്ട്, വിച്ച്, ഹൗ, വൈ, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സുകളൊക്കെയാണ് നമ്മൾ മിക്കപ്പോഴും ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുക. എക്സാമ്പിൾ, ഹൂസ് ബുക്ക് ഇസ് ദിസ്, ആരുടെ ബുക്കാണിത്? ഈ സെന്റൻസിൽ ബുക്ക് എന്ന നൗണിന്റെ ഒപ്പം ഹൂസ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെന്റൻസിൽ ഹൂസ് എന്ന അഡ്ജക്റ്റീവ് ഒരു ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്തത് വാട്ട് കളർ ഈസ് യുവർ ഷർട്ട്. ഈ സെന്റൻസിൽ വാട്ട് എന്ന അഡ്ജക്റ്റീവ് കളർ എന്ന നൗണിന്റെ ഒപ്പം ഉപയോഗിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ നൗണിന്റെ ഒപ്പം ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവുകളാണ് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ സെന്റൻസിൽ വാട്ട് എന്ന അഡ്ജക്റ്റീവ് ഒരു ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. പിന്നെ വിച്ച് വേ ഷാൽ വി ഗോ. ഈ സെന്റൻസിൽ വേ എന്ന നൗൺ ഉപയോഗിച്ചിരിക്കുന്നത് വിച്ച് എന്ന അഡ്ജക്റ്റീവിന്റെ ഒപ്പമാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടാണ് വേ എന്ന നൗണിന്റെ ഒപ്പം നമ്മൾ വിച്ച് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിൽ വിച്ച് എന്ന അഡ്ജക്റ്റീവ് ഒരു ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടിയും ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു സെന്റൻസിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ, ഒരു സെന്റൻസിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലത്തെ അഡ്ജക്റ്റീവ് ഒരു ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് എംപസൈസിങ് അഡ്ജക്റ്റീവ്സ്. എംപസൈസിങ് അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗണിനെ സ്ട്രെസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവുകളാണ് എംപസൈസിങ് അഡ്ജക്റ്റീവ്സ്. സാധാരണയായിട്ട് എംപസൈസിങ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓൺ, വെരി, ആക്ഷൻ ഈ അഡ്ജക്റ്റീവുകളാണ്. പക്ഷെ ചിലപ്പോൾ വേറെ അഡ്ജക്റ്റീവുകളും വരാം. കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറ് ഈ 3 അഡ്ജക്റ്റീവുകളാണ് നൗണിനെ സ്ട്രെസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഓൺ, വെരി, ആക്ഷൻ. എക്സാമ്പിൾ, ഐ സോ ഇറ്റ് വിത്ത് മൈ ഓൺ ഐസ്. എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണത്. ഈ സെന്റൻസിൽ ഓൺ എന്ന അഡ്ജക്റ്റീവ് നമ്മൾ ഐസ് എന്ന നൗണിനെ സ്ട്രെസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സെന്റൻസിൽ ഓൺ എന്ന അഡ്ജക്റ്റീവ് എന്തിട്ടാ? എംപസൈസിങ് അഡ്ജക്റ്റീവ്. ഇനി അടുത്തത് ദിസ് ഈസ് മൈ ആക്ച്വൽ നെയിം. ഇതെന്റെ ശരിക്കുള്ള പേരാണ്. ഈ സെന്റൻസിൽ ഇതെന്റെ ആക്ച്വൽ നെയിമാണ്. ഈ സെന്റൻസിൽ ആക്ച്വൽ എന്ന അഡ്ജക്റ്റീവ് നമ്മൾ എന്തിനു ഉപയോഗിച്ചിരിക്കണേ? നെയിം എന്ന നൗണിനെ സ്ട്രെസ് ചെയ്യാനായിട്ട്, ഇതെന്റെ ശരിക്കുള്ള പേരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നൗണിനെ, നെയിം എന്ന നൗണിനെ സ്ട്രെസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ആക്ച്വൽ എന്ന അഡ്ജക്റ്റീവ് ഈ സെന്റൻസിൽ. അതുകൊണ്ട് ഈ സെന്റൻസിലെ എംപസൈസിങ് അഡ്ജക്റ്റീവ് ആക്ച്വൽ. എൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സിന്റെ കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ തരുന്നതാണ്. ഇനി അവസാനത്തെ കൈൻഡ് ഓഫ് അഡ്ജക്റ്റീവ് എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ്. എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ഇമോഷൻസ് ഒക്കെ കാണിക്കാനായിട്ട് നൗണിന്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവുകളാണ് എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ്. എക്സാമ്പിൾ, വാട്ട് ജീനിയസ്. ഈ സെന്റൻസിൽ ഒരു സ്ട്രോങ് ഇമോഷൻ കാണിക്കാനായിട്ട് ജീനിയസ് എന്ന നൗണിന്റെ മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് വാട്ട്. അതുകൊണ്ട് ഈ സെന്റൻസിൽ വാട്ട് എന്ന അഡ്ജക്റ്റീവ് ഒരു എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ് ആണ്. പിന്നെ എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരു സെന്റൻസിന്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ, ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലത്തെ അഡ്ജക്റ്റീവ് എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ് ആയിരിക്കും. ഇനി അടുത്തത്, അപ്പൊ ഈ സെന്റൻസിന്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്,
അപ്പോൾ ഈ സെന്റൻസിലത്തെ അഡ്ജക്റ്റീവ് ആയ വാട്ട് എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്തത് വാട്ട് എ ബ്ലെസ്സിങ്. ഈ സെന്റൻസിൽ ബ്ലെസ്സിങ് എന്ന ഒരു നൗണിനെ സ്ട്രോങ് ഇമോഷൻ കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് വാട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരുന്നു നോക്കിയാൽ മതി. ഈ സെന്റൻസിന്റെ അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അപ്പോൾ ഒരു സെന്റൻസിന്റെ അവസാനത്തെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലുള്ള അഡ്ജക്റ്റീവ് എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ് ആവും. ഈ സെന്റൻസിന്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, അതുകൊണ്ട് ഈ സെന്റൻസിന്റെ അഡ്ജക്റ്റീവ് ആയ വാട്ട് എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ്. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എങ്ങനെയാ മനസ്സിലാക്കുക? ആ സെന്റൻസിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആ സെന്റൻസിലുള്ളത് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണെന്ന്. വാട്ട് എന്നത് ഒരു ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ തെറ്റരുത്, ഒരു സെന്റൻസിന്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആവും. ആ സെന്റൻസിലുള്ള അഡ്ജക്റ്റീവ് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആവും. ഒരു സെന്റൻസിന്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലുള്ള അഡ്ജക്റ്റീവ് ഒരു എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ് ആവും. അതൊന്നും അറിഞ്ഞിരുന്നാൽ മതി. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സിന്റെ ഒരുപാട് എക്സാമ്പിൾസ് കൂടി തരുന്നതാണ്. അതായത് കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് പാർട്ട് 2. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്താൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ മറക്കാതെ അറിയിക്കുക. താങ്ക്